തോമസ് മുരളി എന്ന വേടനും 8 കൂട്ടുകാരും പിടിയിലായി. അവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തത് 6 ഗ്രാം കഞ്ചാവാണ്. 9 പേരിൽ നിന്നും 6 ഗ്രാം കഞ്ചാവ് പിടിച്ചാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തിറങ്ങാം. അത് പത്രങ്ങളുടെ പ്രാദേശിക പേജിലെ ഒരു വരി വാർത്തയായി അവസാനിക്കേണ്ടതുമാണ്. സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും സുഹൃത്ത് ഷാഹിദ് മുഹമ്മദും പിടിയിലായത് 1.5 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായാണ്. പണ്ടായിരുന്നെങ്കിൽ ഇത്ര കുറഞ്ഞ അളവ് ലഹരിയുമായി പിടിയിലായാൽ അത് വാർത്ത പോലും ആകുമായിരുന്നില്ല. ജാമ്യമെടുക്കുന്നതും ആരും അറിയുകയുമില്ല. ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ ലഹരിയുമായി പിടിയിലായില്ല. പിടി കൊടുക്കാതെ പാതിരയ്ക്ക് മുറിയിൽ നിന്നും ചാടി രക്ഷപ്പെടുകയായിരുന്നു. ഇങ്ങനെ എത്രയോ പേർ പോലീസിന്റെ വലയിൽ നിന്നും ദിവസവും രക്ഷപ്പെടുന്നു. പോലീസ് ചെല്ലുമ്പോഴേക്കും ഓടി രക്ഷപ്പെടുന്ന പ്രതികളാണ് ഈ പിടിയിലാകുന്നവരെക്കാൾ കൂടുതൽ. അവരാരും ചെറു വാർത്ത പോലും ആകാറുമില്ല. പിന്നെ എന്തിന് ഷൈൻ ടോം ചാക്കോയും ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും വേടനും ഒക്കെ വാർത്തയാകുന്നു? ആ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. മഹത്തായ സൃഷ്ടികൾ സംഭവിക്കുന്നത് കഞ്ചാവും മരിജുവാനയും മെത്താഫെറ്റമിനും അടിക്കുന്നത് കൊണ്ടാണെന്ന തീർത്തും തെറ്റായ സന്ദേശമാണ് ഇവർ യുവതലമുറയ്ക്ക് നൽകുന്നത്. ഇവരെ അനുകരിച്ചാൽ ഉള്ള പ്രതിഭ കൂടി നശിച്ച് ജീവിതം തന്നെ കൈവിട്ടു പോകും.